ഐഎൻഎക്സ് മീഡിയ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ സ്വത്ത് വിവരങ്ങൾ പുറത്ത്. ചിദംബരത്തെയും മകൻ കാർത്തി ചിദംബരത്തിന്റെയും എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്ത് വിവരങ്ങളാണ് വിവരാവകാശ രേഖയനുസരിച്ച് ലഭിച്ചത്. ചിദംബരത്തിന്റെയും മകൻ കാർത്തി ചിദംബരത്തിന്റെയും സ്വത്ത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായുള്ള കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും സ്വത്തുവകകളും സംബന്ധിച്ച രേഖകളാണ് എൻഫോഴ്സ്മെന്റിന് ലഭിച്ചത്. ചെന്നൈയിൽ മാത്രം 12 വീടുകൾ, 40 മാളുകൾ, 16 സിനിമാ തിയേറ്ററുകൾ, 3 ഓഫീസുകൾ, 300 ഏക്കറോളം ഭൂമി. ഇന്ത്യയിലും വിദേശത്തുമായി പടർന്നു കിടക്കുന്ന 500-ൽ പരം ശാഖകളുള്ള നേത്ര രോഗ ചികിത്സാ ശൃംഖല. രാജസ്ഥാനിൽ 2000 ആംബുലൻസുകൾ, യുകെയിൽ 88 ഏക്കറോളം ഭൂമി, ആഫ്രിക്കയിൽ മുന്തിരിത്തോട്ടങ്ങൾ, കുതിരലായങ്ങൾ, ശ്രീലങ്കയിൽ ആഡംബര സുഖവാസ കേന്ദ്രങ്ങൾ, പ്രമുഖ ഹോട്ടലായ ലങ്ക ബാറ്റ്സൺ റെസിഡൻസിയിൽ പകുതിയോളം ഓഹരി, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ വസ്തുവകകൾ, സ്പെയിനിലെ ബാഴ്സലോണയിൽ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 11 ടെന്നീസ് കോർട്ടുകൾ, UAE, ഫ്രാൻസ്, ലണ്ടൻ, ദക്ഷിണാഫ്രിക്ക, ഫിലിപ്പൈൻസ്, USA, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം. 2011-ൽ കാർത്തി ചിദംബരത്തിന്റെ സിംഗപ്പൂരിലുള്ള കമ്പനി കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കൾ യുകെയിൽ സ്വന്തമാക്കിയിരുന്നു. കൂടാതെ കാർത്തിയുടെ കമ്പനിയും മറ്റൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ചേർന്ന് മലേഷ്യയിലെ കമ്പനിയിൽ വൻതുക നിക്ഷേപിച്ചു. 16ഓളം ഇടങ്ങളിൽ ഭൂമിയും സ്വന്തമാക്കിയതായി എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. കാർത്തി ചിദംബരത്തിന്റെ അഡ്വാൻറ്റേജ് സ്ട്രക്ചറൽ കൺസൾട്ടിംഗ് കമ്പനിക്ക് വേണ്ടി എയർസെൽ മാക്സിസ് പണം നിക്ഷേപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾ മുഴുവനും നടത്തിയിരിക്കുന്നത് ചിദംബരം കേന്ദ്രമന്ത്രിയായിരുന്ന 2006 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് എന്നതാണ് ശ്രദ്ധേയം. കാർത്തി ചിദംബരം വിദേശത്ത് വസ്തുവകകൾ സമ്പാദിച്ചതും ഇതേ കാലയളവിൽ തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.